ഹലോ, നമുക്കിന്ന് തഞ്ചാവൂരിലേക്കൊരു ട്രിപ്പ് പോയാലോ? ഞാനും എൻ്റെ ഫ്രണ്ട് ശ്രീലക്ഷ്മിയും കൂടിയാണ് ഈ ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ചെയ്തത്. എടപ്പള്ളിയിൽ നിന്ന് നേരെ ഒരു സ്ലീപ്പർ ബസ് ബുക്ക് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കുറേ നാളായിട്ട് ഞങ്ങളൊരു ട്രിപ്പ് പോകണമെന്ന് പ്ലാൻ ചെയ്യുന്നു. എന്തായാലും ഇപ്പോഴാണ് നടന്നത്. എന്തായാലും ഞങ്ങളൊരു 6 മണിയോട് അടുപ്പിച്ച് തഞ്ചാവൂർ ന്യൂ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 5 കിലോമീറ്റേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ പറഞ്ഞു വെച്ചിരുന്ന ഒരു ഹോട്ടലിലേക്ക്. ബസ്സിൽ ഒരു 5 മിനിറ്റ്സ് യാത്ര മാത്രം ഉള്ളത് കൊണ്ട് നമ്മൾ അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും ബെസ്റ്റ് പാർട്ട്, നമുക്ക് ടിക്കറ്റിന് 1 രൂപ പോലും കൊടുക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ്. കാരണം സ്ത്രീകൾക്ക് ചില ബസ്സുകളിൽ യാത്ര ഫ്രീ ആയിരുന്നു. എന്തായാലും ഞങ്ങൾ തപ്പി കണ്ടുപിടിച്ച് ഒരുവിധം സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ആദ്യം പോയ ഹോട്ടൽ, അതായത് ഞങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്ത ഹോട്ടൽ ഞങ്ങൾക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ട് ഈ ഹോട്ടലാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഹോട്ടലിൽ വന്ന് കയറി ഒട്ടും ടൈം കളയാതെ കുളിച്ചൊരുങ്ങി പോകാൻ റെഡിയായി. ഇവിടെയൊക്കെ നല്ല ചൂടായതുകൊണ്ട് രാവിലെ ഒരു 7 മണിക്കെങ്കിലും അമ്പലത്തിൽ എത്തണമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ട് ഞങ്ങൾ ലേറ്റ് ആയിട്ടോ. എന്തായാലും ഞങ്ങളൊരു 8:30 ഒക്കെ ആയപ്പോഴേക്കും ഹോട്ടലിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഒരു ഓട്ടോയിലാണ് കേട്ടോ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ തഞ്ചാവൂർ പെരിയ കോയിൽ അഥവാ ബൃഹദീശ്വരർ ടെമ്പിളിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഈ ടെമ്പിളിനെ കുറിച്ച് ഇപ്പൊ തന്നെ ഒരുപാട് വീഡിയോസും റീൽസും ഇൻഫോർമേഷൻസും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. 11ാം നൂറ്റാണ്ടിലെ ചോള രാജാക്കന്മാര് പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വലിയ ടെമ്പിളാണ് ഈ പെരിയ കോയിൽ എന്നറിയപ്പെടുന്ന ബൃഹദീശ്വര ടെമ്പിൾ. ഒരുപാട് കഥകൾ ഈ ഒരു ടെമ്പിളിനെ ചുറ്റിപ്പറ്റിയുണ്ട് കേട്ടോ. എന്തായാലും അതൊക്കെ നമ്മൾ പല വീഡിയോസുകളിലായിട്ട് കണ്ടിട്ടുണ്ടാവും. അത് പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഇവിടെ വരാൻ താല്പര്യമുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏർലി മോർണിംഗോ അല്ലെന്നുണ്ടെങ്കിൽ ഈവനിങ്ങോ വരിക. അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലെ നന്നായി ചൂടെടുത്ത് ഇങ്ങനെ പഴുത്തിരിക്കേണ്ട വരും. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഫോട്ടോസ് മാത്രമേ അലോ ചെയ്യുള്ളൂ, വീഡിയോസ് അലോ ചെയ്യില്ല. ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണ് അവർ വന്ന് പറയുന്നത് ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല, ഫോട്ടോസ് മാത്രമേ പറ്റുള്ളൂ എന്ന്. അങ്ങനെ കുറച്ചു നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ ചൂടൊക്കെ അടിച്ച് ഉരുകിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ റിഫ്രഷ്മെന്റിനായിട്ട് ഇതുപോലെ 2 ഗ്ലാസ് കരിമ്പൻ ജ്യൂസ് കുടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നല്ല ചൂടായതുകൊണ്ട് റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി ഇറങ്ങാമെന്ന് വിചാരിച്ച് നേരെ ഹോട്ടലിലേക്ക് ഒരു ഷെയർ ഓട്ടോയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യാൻ ഷെയർ ഓട്ടോ ഉണ്ടോ നല്ലത്. കാരണം 10 രൂപയ്ക്കൊക്കെ നമുക്ക് അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് ഏറ്റവും നല്ല ഓപ്ഷനാണ്. ചൂടാണെന്നും പറഞ്ഞിട്ട് നമുക്കങ്ങനെ വെയിറ്റ് ചെയ്യാനൊന്നും ടൈമില്ലാത്തത് കൊണ്ട് കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് അടുത്തുള്ള ഒരു നോൺ വെജ് റെസ്റ്റോറൻറ്റിലേക്ക് ഓട്ടോ വിളിച്ചിട്ട് പോയി. അവിടുന്ന് നമ്മൾ പൊറോട്ടയും ചെട്ടിനാട് ചിക്കനുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുഡ് മോശമൊന്നും അല്ല കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് വലിയൊരു അബദ്ധം പറ്റിയിട്ടോ. 2 കോയിൻ പൊറോട്ട പറഞ്ഞത് അവർ 2 പ്ലേറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ക്യാൻസൽ ചെയ്യാൻ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അത് 2 അകത്താക്കിയിട്ട് അടുത്ത ഓട്ടോ പിടിച്ച് പാലസിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എവിടെയാ? അതെ, മറാത്ത പാലസ്. 14ാം നൂറ്റാണ്ടിൽ പാഷലിൻ നായക്സും പാഷലിൻ മറാത്താസും കൂടി ചേർന്ന് പണി കഴിപ്പിച്ച ഒരു ബ്യൂട്ടിഫുൾ പാലസ് ആണ് കേട്ടോ ഈ മറാത്ത പാലസ്. മറാത്ത ഫാമിലി ആയിരുന്നു ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഏകദേശം ഇത്ര ഐഡിയ ഒക്കെയാണ് ഈ പാലസിനെ കുറിച്ചുള്ളത്. എന്തായാലും വളരെ ഭംഗിയിൽ ഓരോ റൂംസും അതുപോലെ ഇവിടെയുള്ള ഓരോ ചിത്രങ്ങളും കൊത്തുപണികളും ഒക്കെ നന്നായി ചെയ്തിട്ടുള്ള ഒരു പാലസാണിത്. ഈ കാണുന്നത് പാലസിനോട് ചേർന്നുള്ള ഒരു റോയൽ ലൈബ്രറി ആണ് കേട്ടോ. ഇതാണ് നമ്മൾ ഇന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് പോകുന്ന ആ ഒരു പാലസ്. ശരിക്കും ഞങ്ങൾ ചെന്നപ്പോൾ പാലസ് ക്ലോസ്ഡ് ആയിരുന്നു, അതായത് ലഞ്ച് ബ്രേക്ക് ടൈം ആയിരുന്നെന്ന് തോന്നുന്നു. എന്തായാലും കറക്റ്റ് 5 മിനിറ്റ് കൊണ്ട് തന്നെ വാതിൽ തുറന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അകത്തേക്ക് കയറി ടിക്കറ്റ് എടുത്തിട്ടാണ് ബാക്കിയുള്ളതൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെയും വീഡിയോ എടുക്കുന്നതിന് നമ്മൾ അഡീഷണൽ പൈസ കൊടുക്കണം കേട്ടോ. സീസൺ അല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു അധികം ആൾക്കാർ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ഒരു ഡിസ്റ്റർബൻസും കൂടാതെ എല്ലാ കോർണറും കാണാനായിട്ട് പറ്റി. ടെമ്പിള് പോലെ തന്നെ നമ്മൾ ഈ പാലസിൻ്റെ ഏത് കോർണറിലും നോക്കിക്കഴിഞ്ഞാലും ഇതുപോലുള്ള കുറേ കൊത്തുപണികളും കല്ലിൽ കൊത്തിയെടുത്ത കുറേ ശില്പങ്ങളും കാണാനായിട്ട് പറ്റും കേട്ടോ. ജൂൺ ജൂലൈയിലൊക്കെ തഞ്ചാവൂർ വിസിറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് സൺഗ്ലാസും സൺസ്ക്രീനും എടുക്കാൻ മറക്കണ്ട. ഇനി ഞാൻ വേറൊരു കൂട്ടം കാണിക്കാം. ഇത് വലിയൊരു വെയിലിൻ്റെ ബോൺസ് എല്ലാം കൂടെ അസംബിൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പാലസിൻ്റെ അകവും പുറവും ഒക്കെ വിശദമായി കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള, അതായത് ആ കോമ്പൗണ്ടിൽ തന്നെയുള്ള തഞ്ചാവൂർ ബൊമ്മയൊക്കെ കൊടുക്കുന്ന ഒരു ഷോപ്പിൽ കയറി. ഈ ഒരു ഷോപ്പിൽ തഞ്ചാവൂർ ബൊമ്മ മാത്രമായിരുന്നില്ല, തഞ്ചാവൂർ പെയിൻറ്റിങ്സും കിട്ടുമായിരുന്നു. ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയൽ ആയിട്ടുള്ള 22 ക്യാരറ്റ് ഗോൾഡ് ഫോയിലിൽ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ.
സമയം കൂടുതൽ കളയാനില്ലാത്തത് കൊണ്ട് 2 ബൊമ്മ വാങ്ങിയിട്ട് ദർബാർ ഹാൾ കാണാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി. കയറി വന്നപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ലൈബ്രറിയാണ് കേട്ടോ ഇത്. ഇതിന്റെ സൈഡിലൂടെയാണ് ദർബാർ ഹാളിലേക്ക് പോകുന്നത്. നടക്കാനുള്ള മടി കൊണ്ട് ഞാൻ പുറത്താണ് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പുറത്തും പക്ഷേ ഇതിലേറെ ഗംഭീരമായിട്ടുള്ള ചിത്രങ്ങളും കൊത്തുപണികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നേരെ പോയത് സ്ട്രീറ്റ് ഷോപ്പിങ്ങിനാണ് കേട്ടോ. തഞ്ചാവൂർ സാരി വാങ്ങാതെ എങ്ങനെയല്ലേ തഞ്ചാവൂർ വന്നിട്ട് പോവുക. അതുകൊണ്ട് തഞ്ചാവൂർ സാരി വാങ്ങാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഈ നാട്ടിൽ എവിടെ നോക്കിയാലും ശില്പങ്ങളും കൊത്തുപണികളും ഉള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ നടന്ന് അങ്ങനെ എവിടെയോ ഒരു കടയൊക്കെ കണ്ടുപിടിച്ച് അവിടെ കയറിട്ടോ. ഈ കാണുന്ന ബ്ലൂ സാരി ഇല്ലേ, ഇത് പ്യോർ കോട്ടൺ സാരിയാണ്. ഈ ഒരു കോട്ടൺ സാരിക്ക് ഭയങ്കര പ്രൈസ് കുറവിലാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഈ 2 കളറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ആർട്ട് ഗാലറി കയറിയിട്ട് വീണ്ടും കുറേ നേരം തഞ്ചാവൂർ ബൊമ്മയും അതുപോലെ നമ്മുടെ പെയിൻറ്റിങ്ങും ഒക്കെ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. ആർട്ട് ഗാലറി ഒക്കെ കണ്ട് നേരെ പോയത് വീണ വർക്ക്ഷോപ്പിലാണ്. ഒരുപാട് കുഞ്ഞിതും വലുതുമായിട്ടുള്ള വീണകൾ അവരവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. പാലസിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഈ ഒരു വർക്ക്ഷോപ്പ് ഇവിടെ വരികയാണെങ്കിൽ മിസ് ചെയ്യേണ്ട കേട്ടോ. ഇതൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ചൂട് കാരണം സൺസ്ക്രീൻ വരെ ഉരുകി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. തഞ്ചാവൂർ ട്രിപ്പ് ഏകദേശം അവസാനിക്കാറായി. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് പോയത് മ്യൂസിയം കാണാനാണ്. തഞ്ചാവൂരിൻ്റെ സ്റ്റോറി മൊത്തം അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ മ്യൂസിയം കണ്ടാൽ മതിയാവും കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ നമുക്കിതുപോലെ അവിടെ കാണാനുണ്ട്. പിന്നെ ഞങ്ങൾ പോയ സമയത്ത് അവിടെ ആളോ അനക്കോ ബഹളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ഇവിടെ സൈലൻസ് പ്ലേസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ മാത്രമേ ഇപ്പോൾ കറക്റ്റ്ലി ഈ ഒരു ഫ്ലോറിലുള്ളൂ. വേറൊരു മനുഷ്യനോട് ഇല്ല. എനിക്ക് ഒന്ന് ക്ലോസ് ചെയ്യാറായതുകൊണ്ടായിരിക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തഞ്ചാവൂർ ട്രിപ്പിൽ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്തിട്ടുള്ളത് ഈ ഒരു മ്യൂസിയം കണ്ടപ്പോഴാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് കാണാനായിട്ടും അറിയാനായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മ്യൂസിയത്തിൽ ഉണ്ടായിരുന്നു. ഈ മ്യൂസിയത്തിൽ എന്നെ ഏറ്റവും ഇംപ്രസ് ചെയ്യിച്ചൊരു കാര്യം ഈ കയറി വരുന്ന സ്റ്റെപ്സ് ഒക്കെ ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയാണ് ഇവിടെയുള്ള ഓരോ കോർണറും കാണാനായിട്ട്. തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒത്തിരി എൻജോയ് ചെയ്താണ് ഈ മ്യൂസിയം കണ്ടത്. മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി നേരെ ഓട്ടോ പിടിച്ച് റൂമിൽ പോയിട്ട് അവിടെ നിന്ന് റെഡിയായി വീണ്ടും ഞങ്ങൾ രാത്രി പോകുന്നതിന് 1 മണിക്കൂർ മുന്നേ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. വേറെ ഒന്നിനുമല്ല, വീണ്ടും ഞങ്ങൾക്കൊരു തഞ്ചാവൂർ സാരി എടുത്താൽ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ അവിടെ കണ്ട ഒരു ഷോപ്പിൽ കയറി അവിടെ നിന്ന് സാരിയൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോയത്. ഡിന്നർ ഞങ്ങളുടെ ഹോട്ടലിൽ തന്നെ ഉണ്ടായിരുന്ന, അതായത് ഹോട്ടലിനോട് ചേർന്നുള്ള റെസ്റ്റോറൻറ്റിൽ തന്നെയായിരുന്നു. ഡിന്നർ കഴിച്ച് ചെക്കൗട്ട് ചെയ്ത് നാട്ടിലേക്ക് പോകാനുള്ള ബസ് പിടിക്കാൻ പോയി. നമ്മൾ വന്ന അതേ ബസ്സിൽ തന്നെയാണ് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ചൂടൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിലേക്ക് വന്ന് മഴയൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സുഖമാണല്ലേ. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോ കാണാം.